ചെയ്യുക? ഞാൻ ഈ ഫയൽസ് ഒക്കെ ഒന്ന് നോക്കുമായിരുന്നു. എന്താ ചെയ്യുക? അത് ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കുകയായിരുന്നു. ഉം. ആദി, തേനക്കുട്ടി, എന്ത് വേണം അമ്മയുടെ മോക്ക്? അച്ചോടാ, മോക്ക് പാല് വേണോ? വാ. മോളിറങ്ങിയോ? ഉം. ഇന്നാകെ ടയേർഡായി. ഇച്ചായ, എന്താ ചെയ്യാ? ഇച്ചായൻ ഉറങ്ങാൻ പോവാണോ? അതെ, ഇന്ന് നല്ല ക്ഷീണം തോന്നുന്നു. എന്താ ചെയ്യാ ചോദിച്ചേ? അത് പിന്നെ എന്താ പറ? ഇന്ന് ഉറങ്ങണ്ട, കുറച്ച് കഴിഞ്ഞുറങ്ങാം. ആ, ഉറങ്ങണ്ടാന്നോ? പിന്നെന്ത് കൊടുക്കും ഈ പാതിരാത്രിക്ക്? ഒന്നുമില്ല. അല്ല, എനിക്ക് മനസ്സിലായില്ല ചെയ്യാ. എന്നാ പോയി കിടന്നുറങ്ങാം. ഇറക്കുന്ന വിവരമില്ലേ എന്റെ ഫോട് കളയാൻ. എന്താ എന്റെ പെണ്ണിന് ഇന്ന് എന്താ വേണ്ടത്? അത് നിനക്ക് നിന്നെ ഇച്ചായൻ ഇന്ന് വേണമെന്ന് തോന്നിയോ? ഐ വാണ്ട് യു ചായ. എന്റെ പെണ്ണിന് ഇങ്ങനെ തോന്നുമ്പോ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഇച്ചായൻ ടയർഡല്ലേ, അതുകൊണ്ട് വേണ്ട. ഇക്കാര്യത്തിൽ എനിക്ക് ക്ഷീണമൊന്നുമില്ല. വാ. ഓരോ രാവും മൂകം തേടി ദൂരെ ദൂരെ പുലരി തൻ രാഗം പാടാനോർത്തു ഏതോ കാവ്യം കാതിൽ ചൊല്ലി വെറുമൊരു വരി മാത്രം. ഒരു നാൾ തരളമിവനിൽ പടരൂ വനലതികയായി മുറുകെ മതിവരുവോളം സഖി. ഒരു നാൾ തരളമിവനിൽ പടരൂ വനലതികയായി മുറുകെ മതിവരുവോളം സഖി. Slowly, baby. I'm all yours. ലവ് യു ചായ. Love you. ഇച്ചായ, നാളെ അമ്മ വരുന്നുണ്ട്. ആഹാ, എന്താ ജിനി ആന്റി പ്രത്യേകിച്ച് വരുന്നേ? കുഞ്ഞിനെ കാണാൻ. എന്താ പറ്റി ചെയ്യാ? റൂമിൽ ചെയ്യാൻ തോന്നുന്നു. ജിയ, എന്താ എന്താ പറ്റി? താൻ ഓക്കെ ആണോ? പെട്ടെന്ന് എന്തോ പോലെ. താൻ ഉറങ്ങിക്കോ, നമുക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകാം. വേണ്ട ചായ, ഇതങ്ങ് മാറും. ഇന്നത്തെ ഫുഡ് പിടിച്ചില്ലായിരിക്കും, അതാ. താൻ ഉറങ്ങിക്കോ. ജിയ, തനിക്കിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല ചായ, ഞാനിന്ന് ഓഫീസിൽ വരുന്നില്ല, അമ്മ ഇന്ന് വരുന്നതല്ലേ. ശരി. ഇച്ചായ നേരത്തെ വരണേ. ശരി, ബൈ ബേബി. അമ്മ എവിടെ? ചെയ്യാനാ മോൾ? അവൾ ഉറങ്ങുക ആണോ? മോൾക്ക് സുഖമാണോ? സുഖം അമ്മ. പപ്പ ബിസിനസ് ടൂർ കഴിഞ്ഞ് വന്നില്ലേ? ഇല്ല മോളെ, നാളെ വരും. നിങ്ങളുടെ ആനിവേഴ്സറി അല്ലേ? ഞാൻ പപ്പയെ വിളിച്ചപ്പോൾ എന്ന് വരുമെന്ന് പറഞ്ഞില്ല. മോൾക്കെന്താ ഒരു ക്ഷീണം പോലെ? അറിയില്ല അമ്മ, ഇന്നലെ മുതലുണ്ട്. എനിക്ക് വല്ലാത്ത കൂട്ട്. മോള് നാളെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയെന്ന് കാണാം. ഞാനും വരാം. ഗൈനക്കോളജിസ്റ്റിനെയോ? അതെന്നാ അമ്മ അങ്ങനെ പറഞ്ഞേ? അമ്മ ചുമ്മാ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അമ്മ വാ. ജിനി ആന്റി എപ്പോ വന്നു? രാവിലെ വന്നതാ മോനെ. ജിയ, ജയ്മോൻ വന്നു. ജിയ എവിടെ? അവൾ കിച്ചണിലാ. ഇച്ചയൻ വന്നോ? ഫ്രഷായി വാ, ഞാൻ കോഫി എടുക്കാം. മോളെവിടെ? അവളെ ഇപ്പൊ ഉറക്കിയതേ ഉള്ളൂ. ഇത്രയും നേരം അമ്മയുടെ കൂടെ ആയിരുന്നു. മോള് മിടിക്കുക, സംസാരിക്കാറായല്ലോ. അതെ, ഞാനൊന്ന് ഫ്രഷ് ആകട്ടെ. ശരി മോനെ. അമ്മ, ഞാനിപ്പോ വരാം. ശരി മോളെ. ജയ, ടവൽ. ടവൽ മാത്രമേ ഉള്ളോ? പിന്നെ എന്താ വേണ്ടേ? സോപ്പോ? അകത്തുണ്ട്. സോപ്പ് തേക്കാൻ ഒരാളെ വേണം. അയ്യടാ. എന്താ ഇടാന്ന്? വടി.
ഇച്ചായ ദേ അമ്മ ഉണ്ട് അപ്പുറത്ത്. അതിന് വാ ഒരുമിച്ച് ഫ്രഷാകാം. പിന്നെ എന്ത് പിന്നെ? പതുക്കെ, അവൾ ഉണരും. അതാ പറഞ്ഞേ വരാൻ. ഇച്ചായ വീട്. ഈ മനുഷ്യൻ അമ്മ വന്നിരിക്കുമ്പോഴാണോ? ശരി, നീ ചെല്ല. പോയി കുളിക്ക് മനുഷ്യ. ശരി ശരി. ഇതെന്താ ഇങ്ങനെ? ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാണല്ലോ. വാവേ, ആന്റി, നാളെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ? അങ്ങൾ വരില്ലേ? വരും മോനെ. അപ്പ നാളെ രാവിലെ എത്തും. വാവേ, എന്ത് പറ്റി? ഇല്ല ഇല്ല, പോട്ടെ പോട്ടെ. വാവേ, എന്ത് പറ്റി മോളെ? ഓ വാവോ, ഉറങ്ങും മോളെ. വാവോ, കുഞ്ഞുറങ്ങിയോ? ഞാൻ ഉറക്കാൻ നോക്കുവോ? 1/2 മണിക്കൂറായി. എനിക്ക് ഉറക്കം വരുന്നതല്ലാതെ അവൾ ഉറങ്ങുന്നില്ല. ഇങ്ങിതാ, ഞാൻ ഉറക്കാം അവിടെ. എന്റെ മോക്ക് പാല് വേണോ? അവൾക്ക് പാല് കൊടുക്ക. ഈ കൊണ്ടുവച്ചായ മോളെ, ഉറങ്ങു നീ. എനിക്ക് ഒന്നാതെ വയ്യ. തനിക്കെന്ത് പറ്റി? ഒന്നുമില്ല ചായ, ആകെപ്പാടെ എന്തോ പോലെ. ഹോസ്പിറ്റലിൽ പോകാന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്തായാലും നാളത്തെ ആനിവേഴ്സറി കഴിയട്ടെ ചായ. ശരി. എല്ലാരും വാ, ഫുഡ് കഴിക്കാം. എന്തോ പോലെ. ഒന്ന് കിടന്നാ മതി. എന്താ ഇവിടെ പരിപാടി? ഞാനൊന്ന് കിടക്കാൻ തുടങ്ങുമായിരുന്നു. ഇന്ന് നല്ല സെക്സി ആയിരുന്നു കാണാൻ. ഉമ്മോ, എന്താ ഒരു ചാട വാടിയുടെ? ഇന്ന് നല്ല സെക്സി ആയിരിക്കുന്ന എന്റെ വൈഫിനെ ഇന്ന് വിടാൻ എനിക്ക് പറ്റില്ല. അതൊക്കെ ഞാൻ മാറ്റിത്തരാം. വാ. വേണ്ട. വേണം. ഇപ്പോ ടയർഡ്നെസ് ഒക്കെ മാറി. പ്ലീസ് വേണ്ട. വേണം. എനിക്ക് തീരെ വയ്യ. I can't control, baby. Please don't say no. മതി. It's paining. വേണ്ട, എനിക്ക് വേദനിക്കുന്നു. എന്ത് പറ്റി ചെയ്യാ? എന്താ? എനിക്ക് വേദനിക്കുന്നു. ജിയ, എന്താ ഇപ്പൊ ഇങ്ങനെ വരാൻ? ഇതിപ്പോ കുറെ ആയല്ലോ. നാളെ ഹോസ്പിറ്റലിൽ പോകാം. പിന്നെ സോറി, ഞാൻ തന്നെ വേദനിപ്പിച്ചതിന്. സാരില്ല ചായ, ഞാനൊന്ന് ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. ലവ് യു. ജിയോയുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞുള്ള പീരിയഡ്സ് ഒക്കെ എങ്ങനെയായിരുന്നു? ഡെലിവറി കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ ഫസ്റ്റ് പീരീഡ് വന്നത്. പിന്നെ എല്ലാം ഡിലേ ആയിരുന്നു. കുഞ്ഞിനിപ്പോ എത്ര വയസ്സുണ്ട്? 7 മാസം. സോ ഇത്തവണത്തെ പീരിയഡ്സും ഡിലേ ആയിന്ന് കരുതി ജിയ, അല്ലേ? അതെ. എന്താ ഡോക്ടർ? നത്തിങ്. ജിയ വിചാരിച്ചതുപോലെ പീരിയഡ്സ് ലേറ്റ് ആയതല്ല. ജിയ പ്രഗ്നന്റ് ആണ്. പ്രഗ്നന്റ്? നിങ്ങളെന്തിനാ ഞെട്ടുന്നത്? അത് ഡോക്ടർ, കുഞ്ഞിന് 1 വയസ്സായില്ലല്ലോ. ഇറ്റ്സ് ഓക്കെ ടീസൺ. അടുത്ത കുഞ്ഞ് ആവുമ്പോ കുഞ്ഞിന് 1.5 വയസ്സാവുമല്ലോ. നോ വറീസ്.
ആൾക്കാരുടെ കാര്യമാണെങ്കിൽ അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഡോക്ടർ, ഈ അടുപ്പിച്ച് പ്രഗ്നൻസി ജിയയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുമോ? അത് നല്ലൊരു ചോദ്യമാറ്റേ. ഒരു ഒരു 2 ഇയർ ഗ്യാപ്പാണ് മിനിമം നല്ലത്. ഇതിപ്പം ജിയ സാധാരണ ബോഡിയിലേക്ക് വരുന്ന ടൈമാണ്. പിന്നെ ഇപ്പോഴും ബ്രസ്റ്റ് ഫീഡും ചെയ്യുന്നുണ്ടല്ലോ. അതൊക്കെ നോക്കുമ്പോൾ ബട്ട് ഇറ്റ്സ് ഓക്കെ. അത്ര വെറിയാകാൻ വേണ്ടിയൊന്നുമില്ല. ഓക്കെ, then you go. താങ്ക് യു ഡോക്ടർ. ദേ പെണ്ണെ, നീ ഇങ്ങനെ ചാടിത്തുള്ളി പോയാ എന്റെ കുഞ്ഞ്. നിങ്ങളുടെ ഒരു കുഞ്ഞ്. ഞാൻ ഇനി നാട്ടുകാരുടെ മോന്തയ്ക്ക് എങ്ങനെ നോക്കും? ഷെടാ, നാട്ടുകാരല്ലോ നിനക്ക് ചെലവിന് തരുന്നേ, ഞാനല്ലേ. ഓ, ജിയ, നീ ഇങ്ങനെ ദേഷ്യം പിടിക്കാതെ. ഒന്നിനെ മേയ്ക്കാൻ പെടുന്ന പാട് എനിക്കറിയാം. വളരും തോറും വാശിയാവും നിങ്ങളെ പോലെ. ഇപ്പൊ ആരുടെ അടുത്ത് പോകില്ല. അതിന്റെ കൂടെ അടുത്തത് എന്റെ ദൈവമേ, എന്റെ ഉയിരെടുക്കും എല്ലാരും കൂടെ. ദേ പെണ്ണെ, എന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞ് നമ്മുടെ അല്ലേടി. ചെയ്യാനെ വിട്ട് പിരിഞ്ഞ് ഒരു നിമിഷം നിനക്ക് നിൽക്കാൻ പറ്റുമോ? ഇല്ല. താനിങ്ങി വന്നേ. ഇറ്റ്സ് ഓക്കെ ജിയ. എനിക്കറിയാം തൻ്റെ മനസ്സിൽ ഇപ്പം എന്താണെന്ന്. നീ മറ്റുള്ള ആൾക്കാരുടെ കാര്യം നോക്കണ്ട, അതൊക്കെ വിട്. നമ്മുടെ വരാൻ പോകുന്ന കുഞ്ഞിനെ പറ്റി മാത്രം ചിന്തിക്ക്. പിന്നെ നമ്മുടെ ചെയ്യാന മോളെയും. മോളെ, ഐ ലവ് യു ജിയ. ജിയ എവിടെടാ? അവളിന്ന് മുതൽ വരുന്നില്ല. വരുന്നില്ലേ? അതെന്നാ? അത് അവൾ പ്രഗ്നന്റാ. വാട്ട്? നീ ആൾ കൊള്ളാമല്ലോ. അപ്പോടാ, അവളിപ്പോ ആകെ ഡിപ്രസ്ഡ് ആയിരിക്കുക. അടുത്തതിന് ഒരു കുഞ്ഞൂടെ വന്നതിന്. അതൊരു പ്രോബ്ലം ഒന്നുമല്ല. പിന്നെ ജിയയുടെ ഹെൽത്ത് ശ്രദ്ധിച്ചാൽ മതി. എന്നാലും എൻ്റെ 2 വർഷം കൂടെ ഒന്ന് കാത്തിരിക്കാൻ വയ്യായിരുന്നോടാ. അത് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴോ. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്തിനാ? നീ വാ. ദൈവത്തിന്റെ ഗിഫ്റ്റാ കുഞ്ഞുങ്ങൾ. നിനക്കറിയാലോ, ആ ലൈക്കും ജാക്സണും മക്കളില്ലാത്ത കാര്യം. ഇതൊക്കെ അവൾ ചെയ്തതിനുള്ള ശിക്ഷയാ. ആ ജാക്സൺ അറിഞ്ഞുകൊണ്ട് ചാടിക്കൊടുത്തതാ ഞാൻ ഓർക്കുന്നത്. അത് വിട്. ഇപ്പൊ ജിയക്ക് എങ്ങനെയുണ്ട്? അവൾക്ക് കുഴപ്പമൊന്നുമില്ല. എന്താ അറിയിച്ചാൽ എന്റെ ക്യാബിനിൽ വെച്ചേക്ക്. ഓക്കെ സർ. ജിയ മാം വന്നില്ലേ സർ? ഇല്ല. താൻ അറിഞ്ഞില്ലേ ജിയ പ്രഗ്നന്റാ? ഇനിയും വരില്ല ഇങ്ങോട്ട്. ആണോ സർ? കൺഗ്രാറ്റുലേഷൻസ്. ശരി, താൻ പൊക്കോ. നിന്നോട് ആര് പറഞ്ഞു ഇതൊക്കെ വല്ലവരോടൊക്കെ വിളിച്ചു പറയാൻ? എന്താടാ, നിന്റെ പെണ്ണിനെയല്ലേ നീ പ്രഗ്നന്റ് ആക്കിയത്? അല്ല, വല്ല പെണ്ണുങ്ങളെ അല്ലല്ലോ. നീ വാ. He is so handsome.